സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടവർ ഫാൻ്റെ അകത്ത് വരുന്ന ബ്ലോവറിനെ കുറിച്ചിട്ടാണ്. ഈ ബ്ലോവർ നിങ്ങൾ നോക്കുക, മോട്ടറിൽ കണക്ട് ചെയ്യുന്ന ആ ഭാഗം ഇതിൽ നിന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. ഇത് പുതിയത് മാറ്റാതെ ഇത് തന്നെ എങ്ങനെ ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഞാനിവിടെ ഇത് അയച്ചെടുത്തിട്ട് ഫുൾ ക്ലിയർ ആക്കുകയാണ്. ഈ റബ്ബർ നിങ്ങൾ കാണാം, റൗണ്ട് റിങ്ങുള്ള റബ്ബർ, അതും അതിൻ്റെ ആ കണക്ടറൂടെ ഞാൻ അയച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യണം, ഈ റബ്ബറും ഈ കണക്ടറും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കണം. ഈ റബ്ബർ കുറച്ച് ഭാഗങ്ങളൊക്കെ നന്നായി തേഞ്ഞ് പോയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കറക്റ്റ് സെൻറ്ററായിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. ഒട്ടിക്കുന്നത് കൊണ്ട് മാത്രം ഇത് നിൽക്കണമെന്നില്ല, നല്ല രീതിയിൽ നമുക്കിത് കോപ്പർ വയർ ഇട്ട് കെട്ടിക്കൊടുക്കണം. ഈ ഒരു രൂപത്തിൽ കറക്റ്റ് സെൻറ്റർ വെച്ചിട്ട് ഈ റബ്ബറിൽ ഈ കണക്ടർ ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ്. ഈ ബ്ലോവറിൽ ഈ കണക്ടർ വരുന്ന ഈ ഭാഗം തന്നെ ഇവരിത് വിട്ടുപോയതിന് ശേഷം വർക്ക് ചെയ്യിച്ചിട്ട് നല്ല പ്ലേ വന്നിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ അത് സെറ്റാക്കി എടുത്താൽ തന്നെയുള്ളൂ ഇത് സേഫായിട്ട് നിൽക്കുള്ളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. ഞാൻ ആ റബ്ബർ ഇതിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് സെൻറ്ററിലൊരു ഗ്യാപ്പ് വരുന്നുണ്ട്, അത് ഫില്ല് ചെയ്യാൻ 3 പീസ് സൈക്കിളിൻ്റെ ട്യൂബാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. ആ 3 പീസൂടെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നാലത് കറക്റ്റ് ലെവലായിട്ട് വരും. നല്ല രീതിയിൽ ആ 3 പീസ് ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മൊത്തത്തിൽ ഒരു പീസ് റബ്ബറൂടെ ഞാൻ അതിൻ്റെ മേലെ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അതോടെ ചെയ്തെടുക്കാം. ഇവിടെ ഞാനത് കട്ട് ചെയ്ത് ഫുള്ള് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബ്ലോവറിൽ ഇത് വെച്ചിട്ട് കറക്റ്റ് എന്ത് ചെയ്യണം, സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിക്കുക. എന്നിട്ട് കോപ്പർ വയറിട്ട് കെട്ടുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ ഞാനത് കറക്റ്റ് സെൻറ്റർ വെച്ചിട്ട് ഒട്ടിച്ചതിന് ശേഷം കോപ്പർ വയർ വെച്ചിട്ട് നല്ല രീതിയിൽ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാനിത് കറക്റ്റ് MC വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. നല്ല രീതിയിൽ ഞാനത് MC വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഉണങ്ങിയതിന് ശേഷം നമുക്കിത് ഫാനിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ നിൽക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. കാരണം ഇത് പുതിയത് വാങ്ങിയിടണമെങ്കിൽ അത്യാവശ്യം നല്ല എമൗണ്ട് വരുന്നുണ്ട്. ഞാനിവിടെ അത് ഫാനിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. കറക്റ്റ് സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഫാന് ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല എയർ ഫ്ലോയും ഉണ്ട്. ഞാനിതിൻ്റെ ടോപ്പ് കവർ ഇട്ട് കൊടുക്കുകയാണ്. ടോപ്പ് കവർ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണാം.